ഫുൾ ഫോംസും അതിന്റെ കോൺട്രാക്ഷൻസും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കോൺട്രാക്ഷൻസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പേടിക്കണ്ട, ഷോർട്ട് ഫോം അല്ലെങ്കിൽ ഒരു ചുരുക്കിയിട്ടുള്ളൊരു രൂപം, ഷോർട്ട് ആയിട്ടുള്ള ഒരു ഫോം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഈസ് നോട്ട്, ആർ നോട്ട്, വാസ് നോട്ട്, വേർ നോട്ട് എന്നുള്ള വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഷോർട്ട് ആയിട്ടുള്ള എങ്ങനെ നമുക്ക് എഴുതാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈസ് നോട്ടിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഈസൻറ്റ്. ഇപ്പോൾ ഷീ ഈസ് നോട്ട് റെഡി യെറ്റ് എന്ന് പറയുന്നതിന് പകരം ഷീ ഇസ്ന്റ് റെഡി യെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. ഈസ് നോട്ട് എന്ന് പറയുന്നതിന് പകരം ഇസൻറ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. സോ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം തന്നെ പേജ് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ഈസ് നോട്ട് നമ്മൾ കണ്ടു. ആർ നോട്ടിന് എന്താ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് പറയാ? കോൺട്രാക്ഷൻ എന്താ ആർ നോട്ടിന്റെ? ആരന്റ് എന്നാണ് പറയാ. ആരന്റ്. ഇതെല്ലാം സിമിലർ ആണ്, ശ്രദ്ധിച്ചാൽ മതി. പാറ്റേൺ സെയിം ആണ് ഇതിന്റെ. ഈസ് നോട്ട് എന്നുള്ളത് ഇസന്റ്, ആർ നോട്ട് എന്നുള്ളത് ആർന്റ്. അപ്പൊ വാസ് നോട്ട് എന്നുള്ളത് എന്തായിരിക്കും? വാസന്റ് ആയിരിക്കും. വാസന്റ്. വേർ നോട്ട് എന്നുള്ളത് വേറെന്റ്. ഇത് പഠിക്കുന്നതിലൂടെ നമ്മൾ പറഞ്ഞു നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും. അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. വേറൊരു കാര്യം കൂടി പറയാം. ഈ ഫുൾ ഫോമും കോൺട്രാക്ഷനും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഇതിന്റെ മീനിങ് സെയിം ആണ്. ഈസ് നോട്ട് തന്നെയാണ് ഈസന്റ്. രണ്ടും സെയിം ആണ്, രണ്ടും കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഈസന്റ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. English Mitra. Stop worrying, start learning.